അത് പോയി. അതങ്ങനെയൊക്കെയാണോ കഴിക്കുന്നത്? ഫുള്ള് കഴിക്കുമോ? ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളൊരു വീക്കെൻഡ് വ്ളോഗിലാണ് വന്നിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ അറ്റ്ലാന്റിസിൻ്റെ ഫ്രണ്ടിലുള്ള ബീച്ചിൽ ബോംബെയിലാണ് നിൽക്കുന്നത്. സോ ഇത് ഒരു ഏകദേശം സമയം ഇപ്പോൾ ഒരു 6:45 ആയി. നല്ല സൺസെറ്റ് വ്യൂ ഒക്കെ കാണാൻ ഞങ്ങൾ ഫാമിലിയായിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങളുടെ പുറകെ കണ്ടു ഞങ്ങളുടെ സ്ട്രോളറിൽ ഒരാളിരിക്കുന്നത്. ഞങ്ങൾ ചുമ്മാ ഒരു റിഫ്രഷ്മെൻറ്റിനായിട്ട് ഇങ്ങനെ റിഫ്രഷ് ആവാൻ വേണ്ടി ബീച്ചിൻ്റെ സൈഡിൽ വന്നതാണ്. അപ്പം ഞങ്ങൾ ഈവനിങ് ടൈമിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈവനിങ് ടൈമിൽ നമുക്ക് ഈ കടലിലെ തീരത്തൊക്കെ വന്നിരിക്കുന്ന ആ ഒരു സുഖം നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല മനോഹാരിതയുണ്ട്. അപ്പം നിങ്ങളോട് സർപ്രൈസ് ഒക്കെ പറയാൻ പറ്റുപോയി. നമ്മുടെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ പുള്ളി ബ്ലോഗറാണ്. പുള്ളി നമ്മളിപ്പം പരിചയപ്പെടുത്താൻ പോവാണ്. അവിടെ വിനീഷ് ഭായി ഉണ്ട്. ഇവിടെ നമ്മളിപ്പോ രണ്ടാമത്തെ കൊളാബാണ് ചെയ്യുന്നത്. അപ്പം ഇത് അറ്റ്ലാന്റിസിന്റെ ഫ്രണ്ടിലോട്ട് ജസ്റ്റ് വന്നു. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ പോകുമായിരിക്കും. നമ്മളിന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡാണ് കഴിക്കാൻ പോകുന്നത്. സീരിയസ് ആയിട്ട് എപ്പോഴും പറയുന്ന പോലെ തമാശക്കുള്ള വെറൈറ്റി അല്ല, ഇത് പക്ക വെറൈറ്റിയാണ്. നിങ്ങൾ കണ്ടോ, ഞെട്ടിക്കുന്ന ഒരു ഫുഡ് റിവ്യൂ ആയിരിക്കും. നിങ്ങൾ കണ്ട് ഞെട്ടുന്നതായിരിക്കും, ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ ഗൈസ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ച് ഈ അറ്റ്ലാന്റിസിലെ ഒരു സൈഡിലൊക്കെയുള്ള സീനറികളും കാര്യങ്ങളും ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. പിന്നീട് പുറകാലെ ഞങ്ങൾ ഈ പറഞ്ഞ ഫുഡ് റിവ്യൂവിന് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സ്റ്റേ ട്യൂൺ ഗൈസ്. Girls with their nails done now. Girls with their nails done. Girls with their nails done. ഈ വൈകുന്നേരത്ത് കടൽ തീരത്ത് നിന്ന് വ്ളോഗ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല തണുത്ത കാറ്റ് ചൂടത്ത് വരുമ്പോൾ ആ ഒരു ഫീല് നല്ല റിഫ്രഷിംഗ് ആണ്. ഇനിയിപ്പോൾ കുറച്ച് ആഹാരം കൂടെ കഴിച്ച് കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആവും. ചായ പക്ഷേ ഈ ജുമേറ സൈഡിൽ ചായക്കട എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞങ്ങൾ കിട്ടുവാണെങ്കിൽ ചായക്കട ഞങ്ങൾ തപ്പിയെടുക്കും. ചായ കുടിക്കാത്തതിൻ്റെ ചെറിയൊരു തലവേദന നിങ്ങൾ കാണുന്നില്ലേ? ഇവിടെയൊക്കെ നിറം മാറി തുടങ്ങി തലവേദന. അപ്പോൾ നമ്മളങ്ങനെ മിയാബി ജാപ്പനീസ് ഫ്യൂഷൻ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ മെനുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ ട്രഡീഷണൽ മെനു ആണ് മെയിൻലി നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്കിതിനെപ്പറ്റി വലിയ ഗ്രാഹ്യതൊന്നും ഇല്ലെങ്കിലും ഇവർക്ക് അത്യാവശ്യം കാര്യം അറിയാം. അപ്പം നീ എന്ത് ഓർഡർ ചെയ്തത്? ഞങ്ങൾ മെയിൻലി നോക്കുന്നത് സുഷിയാണ്. ഇത് ഫ്യൂഷൻ റെസ്റ്റോറൻറ്റാണ്. അത് ജാപ്പനീസ് കൊറിയൻ ഫ്യൂഷൻ ഫുഡാണ് ഉണ്ടാവുന്നത്. അതേപോലെ സൂഷി പല രീതിയിലുള്ള സൂഷിയുണ്ട്. അണ്ടർ ഫുഡുണ്ട്, അതേപോലെ സ്മൂത്തായുള്ള സൂഷിയുണ്ട്. അതേപോലെ ഞങ്ങൾ ഇന്ന് ചോപ്സ്റ്റിക്സ് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് പഠിക്കാൻ പോകണം. അതാണ് മെയിൻ ഇന്നത്തെ പഠനത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. ഞങ്ങളല്ല, അവൾ പഠിക്കും. ഞാൻ പഠിക്കത്തില്ല. ഞാൻ കൈ കൊണ്ടൊക്കെ കഴിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. പക്ഷെ നടന്നില്ലെങ്കിൽ അവസാനം ഉപയോഗിച്ചല്ലേ പറ്റൂ. നമ്മളത് ഉപയോഗിക്കും.
പിന്നെ ഞാനെന്തായാലും പറയാൻ പോകുന്നത് ചിക്കനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയത്തുള്ളൂ. കാരണം ഫിഷിനോട് വലിയ താല്പര്യമില്ല. പക്ഷേ നമ്മുടെ കൂടെ വന്ന നമ്മുടെ ഗസ്റ്റ് ബിനീഷ് ഭായി, നമ്മുടെ റുബേക്കയും മിക്കുവിനെ കഴിക്കാറായിട്ടില്ല. അവരെല്ലാം ഫിഷ് ആയിരിക്കും ട്രൈ ചെയ്യുന്നത്. കാരണം അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഫുഡ് വരുമ്പോഴേ ഫുൾ എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമുക്കിനിയിപ്പം ഫുഡ് വന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ജസ്റ്റ് ഞാൻ നിങ്ങളെ മെനു എല്ലാം കാണിച്ചു തരാം. Then we have some sushis. It's for cauliflower, but as you're looking for vegetarian, I would recommend you to go with So we are looking for both the fish and chicken and so you can try if you're looking for both. when undercooked is completely raw, right? Undercooked is completely. There is some So if noodles. you're ordering raw, as per your suggestion, how will be the taste? Is it comfortable for the street? Have you tried For it? South Indian. Yeah, have you tried Yes, it? there are lots of South Indians. I eat well. Okay. There are lots of South Indians, especially from Kerala and Tamil and from even in Telangana and Andhra. Okay. They eat lots of raw fish. So there is nothing wrong in it, but it's our mindset that we don't eat raw. So that's why. And the raw fish will be with salt and everything. It's raw, completely raw. Completely. Yeah, whatever you order even sashimi, completely fish. If you go with some makis, there will be raw fish inside. If you want to have like little bit cook or something, there's a different stuff. What are the difference between maki and sushi? Maki is the nori will be outside. And sushi is the rice will be outside with different stuff. Example, okay. avocado. This is the maki. This is the roll. എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്? Salmon Pitaki roll. ആ, പിന്നെ അതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് സാൽമൺ. ഇത് റോ സ്മോക്ഡ് ആണ്. ആ പിന്നെ അതിൻ്റെ അകത്ത് കുക്കുംബർ ഉണ്ട്, സ്പൈസി മരോ റോൾ ഉണ്ട്. ആ Topped with cheese, salmon, distinctly tataki sauce. Can you explain what is this tataki sauce? Tataki sauce is also they call it tteokbokki sauce. It's a Japanese term. It's a Japanese sauce. Along with Along with the wasabi mayo and ginger. പിന്നെ നമ്മുടെ ചിക്കൻ പറഞ്ഞോ. yeah. ഗൈസ്, അങ്ങനെ നമ്മൾ സാൽമൺ ടക്കാക്കി റോളും പിന്നെ സ്പൈസി ചിക്കനും പറഞ്ഞു. സ്പൈസി ചിക്കൻ ഞാൻ കഴിക്കും, സാൽമൺ ടിക്കാറ്റിയൊക്കെ ഇവർ കഴിക്കും. ഞാനത് കണ്ടുകൊണ്ടിരിക്കും, ഞാനത് വ്ളോഗ് എടുക്കും. അപ്പോൾ ഇതൊക്കെ ഒരു വ്ളോഗിങ് ലൈഫാണ്. ഇതൊക്കെയാണ് മനുബ്രോയ്ക്ക് ഭയങ്കര പേടിയായി ഫിഷ് കഴിക്കാൻ. അതുകൊണ്ട് നമുക്ക് ചിക്കൻ തരത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. ചിക്കൻ എനിക്ക് മാത്രമാണ് പറഞ്ഞേക്കുന്നത്, എനിക്ക് മാത്രം. അത് ഞാനങ്ങ് എടുക്കുക. എടുക്കും, എന്തായാലും ഞങ്ങൾ ടേസ്റ്റ് ചെയ്യും. ഒരു ഫിഷിന്റെ പീസ് എന്തായാലും നമ്മൾ ടേസ്റ്റ് ചെയ്യിപ്പിക്കും. ഇവർ കഴിക്കുന്ന എക്സ്പ്രഷനാണ് ഞാൻ വ്ളോഗ് ആക്കുന്നത്. നീഷ് ഭായ്, അപ്പോൾ റെസ്റ്റോറൻറ്റിലിട്ട് എങ്ങനെയുണ്ട്? മെനു ഒക്കെ കണ്ടിട്ട് എന്താ തോന്നുന്നത്? മെനു ശരിക്ക് ഇത് ഫുള്ള് ജാപ്പനീസ് കൊറിയൻ മെനൂസാണ്. അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ സൂഷി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വന്നേ. അപ്പോൾ എന്തായാലും ഇവിടെ കുറേ വെറൈറ്റി ടൈപ്പ് സൂഷീസ് ഉണ്ട്. പിന്നെ സൂഷിയിൽ തന്നെ നമ്മൾ റോ ആയിട്ടുള്ള മീറ്റ് വെച്ചേക്കുന്ന ഫിഷിൻ്റെ സൂഷിയുണ്ട്, അതുപോലെ സ്മോക്ഡ് ആയിട്ടുള്ളതുണ്ട്. അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞ ഫിഷ് ഓർഡർ ചെയ്തു, പറഞ്ഞ ചിക്കനും ഓർഡർ ചെയ്തു. എന്നിട്ട് അതിൽ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു, അത്രേ ഉള്ളൂ. അവർ നമുക്ക് പിന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് അവരുടെ ജപ്പാനീസിൽ ഫേമസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ജാപ്പനീസ് ഗ്രീൻ ടീ. അപ്പോൾ അത് നമുക്ക് അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ക്യാമറയൊക്കെ പിടിച്ചോണ്ടിരിക്കുന്ന കണ്ടിട്ട് തോന്നിയവർക്ക് നമ്മുടെ ആ ഒരു വ്ളോഗിങ് ആ ഒരു ഡിഫിക്കൽറ്റി മനസ്സിലാക്കി നമുക്ക് ക്ഷീണം കണ്ടുകൊണ്ട് ക്ഷീണം മാറ്റാൻ വേണ്ടി ഒരു ചായ. ഗൈസ്, അപ്പോൾ നമുക്ക് ഫുഡ് എത്തിയിട്ടുണ്ട്. പേരൊന്നുമില്ല, ഈ സാധനം ആ സാധനം വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ sushi. ഇതാണ് ഇതാണ് സുഷി, ഇതാണ് നമ്മുടെ സ്പൈസി ചിക്കൻ. അപ്പം അതിൻ്റെ കൂടെ കുറച്ച് സ്റ്റിക്കി റൈസ് ഉണ്ട്, പിന്നെ കുറച്ച് സലാഡ് ഉണ്ട്, പിന്നെ അതിൻ്റെ മേളിൽ ഒഴിക്കാനുള്ള ഒരു സോസ് ഉണ്ട്, പിന്നെ 2 ബോട്ടിൽ അല്ല അതിനൊഴിക്കാൻ സോയാ സോസ്. അപ്പം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. അപ്പം എങ്ങനെയുണ്ടെന്ന് പറയാൻ ടേസ്റ്റ് കഴിച്ചിട്ട്. സത്യം പറയാം, ഞാൻ ഫസ്റ്റ് ടൈം ആണ്.
പൊട്ടിക്കണം. You can put the stick with these 2 fingers and you can play with these 2 fingers. You need to pick anything, example like anything you can pick it easily. Hold this one. Just from this one. This is only for supporting the top. These 2 fingers you can pick it here and this you can. അപ്പം നമ്മുടെ ഫസ്റ്റ് സൂഷി ട്രൈ ചെയ്യാൻ പോകുന്നത് റബേക്കയാണ്. എന്താണെങ്കിലും റബ്ബർ ബാൻഡ് ഫിക്സ് ചെയ്തിരുന്നത് അത് ഞാൻ റബ്ബർ ബാൻഡ് മാറ്റാൻ പോകുന്നില്ല. കഴിച്ചോ ഇതായിരിക്കും റബ്ബർ ബാൻഡ് മാറ്റിയതുകൊണ്ട് അത് പോയി. അതങ്ങനെയൊക്കെയാണോ കഴിക്കുന്നത്? ഫുള്ള് കഴിക്കൂ. എൻ്റെ പൊന്നെ, അത് മൊത്തം എടുത്ത് വായിക്കാത്ത കാച്ചി. ചിരിക്കാൻ പറ്റുന്നില്ല. അല്ല, നമ്മുടെ ഏത് ഫുഡായിട്ടാണ് റിസംബിൾ ചെയ്യുന്നത്? ഫീൽ ചെയ്യും. ആ ചോറുള്ളതുകൊണ്ട് വൈകിട്ട് ആ ഒരു പ്ലെയിൻ ഫ്ലേവർ പിന്നെ ഒരു എരിവും പ്ലെയിൻ ഉണ്ട്. എരിവില്ല, പുളിപ്പുണ്ട്, ഇച്ചിരി ഉപ്പുണ്ട്, ജസ്റ്റ് ബ്ലാക്ക് ഫ്ലേവറാണ്. പിന്നെ സോയാ സോസ് ഇട്ട് കഴിഞ്ഞാൽ ആ ഫ്ലേവർ. കമോൺ കമോൺ, യു ക്യാൻ. തുടങ്ങിക്കോളൂ. മഞ്ചാനും കഴിഞ്ഞു. ഇല്ലേ, ഞാൻ ഫിഷ് അല്ലെങ്കിലും കഴിക്കാറില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ നോക്കുന്നത്. ഇത് കഴിക്കാനൊക്കെ ടേസ്റ്റൊക്കെ നമുക്ക് കുഴപ്പമില്ലെന്ന് പറയാം. പക്ഷേ എനിക്കറിയേണ്ടത് ഇത് എങ്ങനെ പൊക്കിയെടുക്കുമെന്നുള്ള. ഈ പൊക്കിയെടുക്കുന്നതാണ് ഇതിനകത്ത് ടേണിംഗ് പോയിന്റ്. ഫ്രണ്ട്സ്, ഇതാണ് ഐറ്റം. ഇത് പിടിക്കാൻ പോലും എനിക്കറിയത്തില്ല ശരിക്കും. കമോൺ, പിടിച്ചിരിക്കുന്നു, സംഗതി പിടിച്ചിരിക്കുന്നു. ഒരു വിധത്തിൽ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. കമോൺ കമോൺ, മുക്കി ഇടരുത്. കമോൺ, യു ക്യാൻ. മുക്കി ഒറ്റ ഇടൽ വയലോട്ട്. ആ, അത്രേ ഉള്ളൂ. സംഗതി പൊളിയാണ്. സൂപ്പർ സാധനമാണ്, വെറൈറ്റി സാധനമാണ്. എങ്ങനെയുണ്ട് ടേസ്റ്റ്? എങ്ങനെയുണ്ട്? ശരിക്കും ഫിഷിൻ്റെ ടേസ്റ്റ് ഉണ്ട്. ഫിഷിൻ്റെ ആ ഒരു ശരിക്കുള്ള സ്മെല്ലും ശരിക്കുള്ള ആ ഒരു ഇല്ലേ, ഒരു സ്മെല്ലല്ല, ഒരു ഫിഷ് ശരിക്കും ഇങ്ങനെ അങ്ങനെ ഒരു സ്ലൈമി ആയിട്ട് ഇങ്ങനെ ഫിഷ് നമുക്ക് ചവയ്ക്കുന്ന ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഓഫ്കോഴ്സ് ഈ റൈസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യത്തില്ല. പിന്നെ ഒരു പുളിപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫിഷാണ് മെയിനായിട്ട് നിൽക്കുന്നത്. ഒരു ഹാഫ് കുക്ക്ഡ് ഫിഷ് എന്ന് പറയാം. എന്നാലും ടേസ്റ്റ് നമ്മൾ നാട്ടിലുള്ള ഏത് ആഹാരത്തുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഈ ഒരു നമ്മൾ കഴിച്ചിട്ടില്ല. എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ചിക്കൻ കഴിക്കുമ്പോൾ ചിക്കൻ്റെ റിവ്യൂ ഞാൻ തരുന്നതായിരിക്കും. അത് ഞാൻ എടുക്കുന്നു. ഓ, കയ്യിൽ നിന്നൊക്കെ പോവുകയാണല്ലോ ദൈവം. ഇത് പിടിക്കണമെങ്കിൽ തന്നെ നമ്മൾ നല്ല പ്രാക്ടീസ് വേണം ഗൈസ്. ഇത് പ്രാക്ടീസ് ഇല്ലെങ്കിൽ സാധനം താഴെ പോകും. അവസാനം പിന്നെ ഓരോരോ പീസ് നമുക്ക് നഷ്ടപ്പെടും. ഇതിന് എനിക്ക് സോസ് വേണം. എങ്ങനെയുണ്ട്? കൊള്ളാം, ടേസ്റ്റിയാണ്. അത്ര വലിയ പറയാനൊന്നുമില്ല. ചിക്കൻ ജസ്റ്റ് പുഴുങ്ങിയേക്കുന്നു. എന്നിട്ട് ജസ്റ്റ് എണ്ണ ഇല്ലാതെ നമ്മൾ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് വറക്കുമല്ലോ, ആ രീതി വറുത്തിട്ട് അതിനകത്ത് ചില്ലി ചിക്കൻ്റെ
സോസ് ഒഴിച്ചേക്കുന്നത്, ഞാൻ ചില്ലി പിടിക്കാൻ പഠിച്ചു കഴിഞ്ഞു. സോസ്, ഞാൻ പഠിച്ചു ടൊമാറ്റോ സോസ് കഴിഞ്ഞു. ഒഴിച്ചിട്ട് എടുത്തേക്കുന്നു, അത്രേ ഉള്ളൂ. വലിയ വ്യത്യാസമൊന്നുമില്ല. ചില്ലി ചിക്കൻ നമ്മളെങ്ങനെ കഴിക്കുന്ന ആ ഒരു ഏകദേശ ടേസ്റ്റ് കൊള്ളാം. വെറൈറ്റി ടേസ്റ്റാണ്. പക്ഷേ സ്പൈസി ക്രിസ്പി ചിക്കനാന്ന് പറയും പേരങ്ങനെയാണ്. പക്ഷെ നമ്മൾ പൊതുവെ കഴിക്കുന്ന അത്രയും ക്രംചി ആട്ടെ അങ്ങനെ യാതൊരു പേര്, പക്ഷേ സംഭവമില്ല. ക്രംചി അല്ല, നോർമൽ അല്ല നോർമൽ രീതിയിൽ തന്തൂരി പോലെ ആക്കിയിട്ട് നോർമൽ ആയിട്ടുള്ള ഒരു ചിക്കൻ, ജസ്റ്റ് എന്തോ ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് എല്ലാത്തിനും എനിക്ക് തോന്നുന്നത് ജാപ്പനീസ് ഫുഡിൻ്റെ ഒരു മെയിൻ ടേസ്റ്റ് ആണ്, ഒരു പുളിപ്പാണ്. അകത്തെ മാരിനേഷൻ്റെ ആണെന്ന് തോന്നുന്നു. ഒരു പുളിപ്പ്, ഫിഷ് ആണെങ്കിലും ഒരു പുളിപ്പുണ്ട്, ചിക്കൻ ആണെങ്കിലും ഒരു പുളിപ്പുണ്ട്. അതാണ് ഇവരുടെ മെയിൻ വെറൈറ്റി എന്ന് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കിഷ്ടപ്പെട്ടു. ഫുഡ് കൊള്ളാം, നല്ല ചിക്കൻ. ഏകദേശം ചില്ലി ചിക്കൻ്റെ ഒക്കെ ടേസ്റ്റ് പോലെ ഉണ്ട്. പക്ഷേ ഫിലിപ്പിനെ ഫുഡ് കഴിച്ചിട്ടുള്ളവർക്കറിയാം ആ ടേസ്റ്റോട്ടൊക്കെ ഏകദേശം സാമ്യമുണ്ട്. ഫിലിപ്പിനെ ഫുഡ് സാമ്യമുണ്ട് ഈ ചില്ലി ചിക്കൻ.